ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. പോസ്റ്റ് IPL ടീം റിവ്യൂ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് ആയിരുന്ന KKRന് തീർത്തും നിരാശാജനകമായ ഒരു സീസണാണ് കഴിഞ്ഞു പോയത്. 14 മത്സരങ്ങളിൽ നിന്ന് വെറും 5 വിജയങ്ങളുമായി 8ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. അവരുടെ 2 മത്സരങ്ങൾ മഴ മൂലം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ കഴിഞ്ഞ സീസണിനെ പറ്റി പറയുമ്പോൾ ഞാനിപ്പോൾ അവരുടെ ആ ഒരു ടീം അനാലിസിസ് വീഡിയോയിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ 2020 ആ ഒരു മുംബൈ ഇന്ത്യൻസിന് ശേഷം അത്രയും അല്ലെങ്കിലും ഏകദേശം ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാണുന്നത് കഴിഞ്ഞ സീസണിലായിരുന്നു. കാരണം അത്രയും ഡോമിനേറ്റിംഗ് ആയിട്ട് ആ ഒരു ആധിപത്യത്തോടു കൂടിയാണ് അവർ കഴിഞ്ഞ സീസണിൽ IPL വിജയിച്ചത്. എന്നാൽ അത് കഴിഞ്ഞ് ഇപ്രാവശ്യത്തെ സീസണിലേക്ക് വരുമ്പോൾ അവരുടെ ടീമിൽ പ്രധാനമായിട്ട് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ അവർക്ക് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ അവരുടെ ടീമിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അയ്യറിന്റെ കാര്യം പറയുമ്പോൾ എന്തോ പ്രതിഫലത്തെ പറ്റിയുള്ള തർക്കങ്ങളാണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അയ്യറിന് വേണ്ട ഒരു റെസ്പെക്ട് അവിടെ ലഭിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന കാര്യം നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ KKRന് കപ്പ് നേടിക്കൊടുക്കുന്നതിൽ അയ്യർ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ആ ഒരു ക്രെഡിറ്റ് മൊത്തം ഗംഭീറിന് പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഗംഭീർ എക്സലന്റ് ആയിട്ടുള്ള മെന്റർ തന്നെ ആയിരുന്നു. അവരുടെ ടീമിൽ ഗംഭീർ തിരിച്ചതിന് ശേഷമാണ് അവര് ഇപ്പൊ വീണ്ടും കപ്പടിച്ചത്. അതൊക്കെ ശരി തന്നെ. എങ്കിലും ഒരു ക്രിക്കറ്റ് മത്സരത്തിൽ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒരു ക്യാപ്റ്റന് പ്രധാനമായിട്ടൊരു പങ്കുണ്ട്. ഇപ്പൊ ഫുട്ബോളിലെ പോലെയല്ല, കൂടുതൽ തീരുമാനങ്ങളും എടുക്കുന്നത് ക്യാപ്റ്റൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ടീം കപ്പ് നേടുമ്പോൾ ക്യാപ്റ്റന് തീർച്ചയായിട്ടും ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ്. എന്നാൽ ആ ഒരു ഡിസേർവ് ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് അയ്യറിന് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതവിടെ നിൽക്കട്ടെ. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ചേഞ്ച്. രണ്ടാമത്തേതായിട്ട് കഴിഞ്ഞ സീസണിൽ അവരുടെ ഏറ്റവും ആ ഒരു വലിയ കുതിപ്പിന് പ്രധാനമായ ഒരു കാരണമായത് അവരുടെ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണ്. അതായത് ഇപ്പോൾ ആവറേജ് എടുത്താലും സ്ട്രൈക്ക് റേറ്റ് എടുത്താലും ഫിൽ സോൾട്ടും സുനിൽ നരേനും ചേർന്നിട്ട് അവർക്ക് മികച്ചൊരു തുടക്കം കൺസിസ്റ്റന്റ് ആയിട്ട് നൽകുകയും ചെയ്തു. ഇപ്പൊ നമുക്കറിയാം, പവർ പ്ലേയിൽ തന്നെ അങ്ങനെ മികച്ചൊരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ബാക്കിയുള്ള ബാറ്റിംഗ് യൂണിറ്റിന് അതിന് മുകളിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ സീസണിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സോൾട്ട് RCBയിലേക്ക് പോയി. പകരം ഡീകോക്കും ഗുർബാസും മാറി മാറി കളിച്ചു. എന്നിട്ടും ആ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് 50 പോലും കടക്കാൻ സാധിച്ചില്ല. അതായത് കഴിഞ്ഞ സീസണിൽ അവർക്ക് കിട്ടിയ ഒരു സ്റ്റാർട്ട് ഈ സീസണിൽ കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോഴേക്കും ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. അത് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ഈ KKRന്റെ ഈ സീസണിൽ ഉണ്ടാക്കിയത്. പിന്നീട് മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് മിച്ച് സ്റ്റാർക്ക്. അതായത് കഴിഞ്ഞ സീസണിൽ തുടക്കമൊക്കെ അത്യാവശ്യം അടികൊണ്ടെങ്കിലും ടൂർണമെന്റ് അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും സ്റ്റാർക്ക് തന്റെ ആ ഒരു എക്സലന്റ് ബെസ്റ്റിൽ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് സൺറൈസേഴ്സിനെതിരായ മത്സരങ്ങളിലൊക്കെ സ്റ്റാർക്ക് മികച്ച രീതിയിലാണ് കളിച്ചത്. ഇപ്പോൾ ക്വാളിഫയർ ആയാലും ഫൈനൽ ആയാലും സൺറൈസേഴ്സിന്റെ ആ ഒരു ബാറ്റിംഗ് ഓർഡറിൽ ഡെൻ ഉണ്ടാക്കുന്നതിൽ പ്രധാനമായിട്ടൊരു പങ്ക് സ്റ്റാർക്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സീസണിലേക്ക് വന്നപ്പോൾ സ്റ്റാർക്ക് ഇല്ല. പകരം അവർക്ക് 2 പേര് ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് സ്പെൻസർ ജോൺസണും ആൻഡ്രിച്ച് നോർക്കിയുമാണ്. ഇപ്പോൾ ഇവർക്ക് 2 പേർക്കും ആ സ്റ്റാർക്ക് നൽകി ഇമ്പാക്ട് നൽകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അത് 3 അവരുടെ ടീമിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്ന് പറയാനുള്ളത്. പിന്നീട് ഇവരുടെ ടീം കോമ്പിനേഷനെ പറ്റിയാണ് പറയാനുള്ളത്. അതായത് അവരുടെ ടീം അനാലിസിസ് വീഡിയോ നമ്മൾ IPLന് മുന്നോടിയായിട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് കോമ്പിനേഷൻ ആണ്. അതായത് 8ാമത് ഇറങ്ങുന്ന രമൺദീപ് വരെ അത്യാവശ്യം ബിഗ് ഹിറ്റിംഗ് കേപ്പബിലിറ്റി ഉള്ളൊരു കോമ്പിനേഷനാണ്. എന്നാൽ ഈ കോമ്പിനേഷൻ ആളുകൾ ക്ലിക്ക് ആയില്ലെങ്കിൽ, ആളുകൾ ഫോം ആയില്ലെങ്കിൽ ഇവർക്ക് പണി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഇവർക്ക് ഐഡിയൽ ആയിട്ടുള്ള ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് ഇല്ല. അതായത് റസൽ ഫോം ഔട്ട് ആയി കഴിഞ്ഞാൽ റസലിന് പകരം ഇടാൻ ആളില്ല. ഇനിയിപ്പോൾ അപ്പുറത്തുള്ളത് മൊയിൻ അലി, റോമാൻ പൗലുമാണ്. മൊയിൻ അലി ഒരിക്കലും റസലിന് ഒരു ലൈക്ക് ലൈക്ക് റീപ്ലേസ്മെന്റ് അല്ല, സുനിൽ നരേൻ ഒരു റീപ്ലേസ്മെന്റ് ആണ്. എന്നാൽ റോമാൻ പൗലിനെ ഇട്ട് കഴിഞ്ഞാൽ ബാറ്റിംഗ് കിട്ടും, ബോളിംഗ് കിട്ടില്ല. അങ്ങനെ ഇവരുടെ നിരയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു ഫോം ഔട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ സ്വാപ്പ് ചെയ്യാൻ പറ്റിയ താരങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു കോമ്പിനേഷൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല. പിന്നീട് ഓപ്ഷനിൽ ഇവർക്ക് സംഭവിച്ചൊരു അബദ്ധം എന്ന് പറയുന്നത് വെങ്കടേഷ് അയ്യറിന് വേണ്ടിയിട്ട് 23.75 crores, ഒരു മിനിമം ഒരു 11 കോടിയെങ്കിലും അധികമാണ് വെങ്കടേഷ് അയ്യറിന് കൊടുത്തത്. ശരിയാണ്, KKRന് വേണ്ടി കളിച്ച താരമാണ്, അവർ ആ ഒരു ട്രസ്റ്റ് ഉണ്ട്, ആ ഒരു ലോയൽറ്റി അതെല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും ഇതുപോലൊരു ടൂർണമെന്റിൽ ഒരു പ്ലെയറിന് ആ ഒരു പ്ലെയർ ഡിസേർവ് ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, ആ പ്ലെയറിന്റെ ഒരു മാർക്കറ്റ് വാല്യൂവിനേക്കാൾ ഒരു ഇരട്ടി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഓപ്ഷൻ ഡൈനാമിക്സിനെ ഹേർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ബാക്കി അവർക്ക് വേണ്ട താരങ്ങളെ എടുക്കുന്നതിൽ നിന്ന് അവരെ ലിമിറ്റ് ചെയ്യുകയും ചെയ്യും. അതും അവർക്ക് ആ ഒരു ഇതിൽ സംഭവിക്കുകയുണ്ടായി. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇപ്പോൾ ഇതിന് നമ്മൾ ഈ ഒരു കോമ്പിനേഷന്റെ ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് അവർക്ക് ഒരു പ്രശ്നമായി തീരുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കോമ്പിനേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അവർക്ക് ഉടച്ചു വാർക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ ആയിരുന്നില്ല. പിന്നീട് ഇവരുടെ ഒരു ബെഞ്ചിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു യങ് ടാലന്റ് ഉണ്ടായിരുന്നു, ലെവനിൻ സിസോഡിയെ കളിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു പ്ലെയർ ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇപ്പോൾ ആ ഒരു പ്രാക്ടീസ് വീഡിയോസിലൊക്കെ ആയാലും ആ ഒരു ഇന്നോവേറ്റീവ് ഷോട്ട്സ് ഒക്കെ മനോഹരമായിട്ട് കളിക്കുന്ന ഒരു യങ് പ്ലെയർ ആയിട്ടാണ് സിസോഡിയെ എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ സിസോഡിക്ക് ഈ സീസണിൽ അവസരം കിട്ടിയില്ല. ഇനി ഈ സീസണിൽ ഇവരുടെ ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറയാവുന്നത് അജിൻക്യ രഹാനെയും ആംഗ്രിഷ് രഘുവംശിയൊക്കെയാണ്. ഇനി നമുക്ക് ഇവരുടെ ആ ഒരു മത്സരങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഞാൻ പറഞ്ഞു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് അതേപോലെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇവരുടെ മിഡിൽ ഓർഡർ അമ്പേ പരാജയമായി. അതിലൊന്ന് ആ ഒരു ഹെഫ്റ്റി പ്രൈസ് ടാഗ് ഉള്ളത് കൊണ്ടാണോ എന്തോന്ന് അറിയില്ല.
വെങ്കടേഷ് അയ്യറിന് മികച്ചൊരു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുപോലെ റിങ്കു സിംഗിനായാലും ഇപ്പൊ ആന്ധ്ര റസലൊക്കെ ആയാലും ആ റസലൊക്കെ ഫോമിലേക്ക് വന്നപ്പോഴേക്കും സീസണിന്റെ ഫാഗ് എൻഡായി. അതായത് അവസാന 2 മത്സരങ്ങളിൽ മാത്രമാണ് റസൽ തന്റെ ഒരു ഫോമിലേക്ക് എത്തിയത്. അപ്പൊ അങ്ങനെ വേണ്ട ഒരു കോൺട്രിബ്യൂഷൻ മിഡിൽ ഓർഡറിൽ നിന്ന് ലഭിക്കാത്തൊരവസ്ഥ അവർക്കുണ്ടായി. അപ്പോൾ രഹാനെയാണ് അപ്പോൾ പവർ പ്ലേയിലായാലും ആ ഒരു നല്ലൊരു അറ്റാക്കിംഗ് ഇന്നന്റോടെ കളിച്ചത് രഹാനെയാണ്, ക്യാപ്റ്റൻ കൂടിയായ രഹാനെ. പിന്നീട് രഘുവംശിയും തന്റേതായ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയെങ്കിലും അതൊന്നും അവരെ വിജയിപ്പിക്കാൻ പോകുന്നതായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്റ്റാറ്റ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ ഇവരുടെ ടീമിൽ നിന്ന് ഒരാൾ പോലും 400+ റൺസ് സ്കോർ ചെയ്തില്ല. ഇവരുടെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് അജിൻക്യ രഹാനെയാണ് 390 റൺസ്. സെക്കൻഡ് ആംഗ്രിഷ് രഘുവംശിയാണ് 300 റൺസ്. അപ്പോൾ 2 താരങ്ങൾ മാത്രമാണ് 300 എന്നൊരു ആ ഒരു ടോട്ടൽ ടാലിയിലെങ്കിലും എത്തിയത്. മൂന്നാമത് നോക്കിക്കഴിഞ്ഞാൽ സുനിൽ നരേൻ 246 റൺസ്. നാലാമത് നോക്കിക്കഴിഞ്ഞാൽ റിങ്കു സിംഗ് 206 റൺസ്. നമ്മൾ ഈ സ്റ്റൈൽ ഒരു ഫിഗർ നമ്മൾ കണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ അവരുടെ 5ാമത്തെ നമ്പറിലുള്ള പ്ലെയർ എന്ന് പറയുന്നത് സ്റ്റാറ്റ്സിൽ ധോണിയാണ് 196 റൺസ്. ഇവിടെ ആന്ധ്ര റസലാണ് 167 റൺസ്. ഇത് കാണുമ്പോഴാണ് അവരുടെ ബാറ്റിംഗ് എത്രത്തോളം ഒരു മോശം അവസ്ഥയിലൂടെയാണ് ഈ സീസണിൽ കടന്നു പോയതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ രഹാനെയും രഘുവംശിയും അല്ലാതെ അവർക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 400 റൺസ് എടുക്കാൻ പോലും അവരുടെ ബാറ്റേഴ്സിന് കഴിയാത്ത ഒരവസ്ഥയിൽ പിന്നീട് ബോളർമാരെ നമ്മൾ ഒരു പരിധിക്കപ്പുറം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർക്ക് നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ബോളിങ്ങിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതായത് ഒരു കളി ഇവർ 111 പഞ്ചാബിനെ ഒതുക്കിയ മത്സരത്തിൽ 112 അവർക്ക് ചേസ് ചെയ്യാൻ കഴിഞ്ഞില്ല. പഞ്ചാബ് കിങ്സ് IPL ചരിത്രത്തിലെ ഏറ്റവും ചെറിയ സ്കോർ അവിടെ ഡിഫെൻഡ് ചെയ്യാനുണ്ടായത്. അപ്പോൾ അവരുടെ ബാറ്റിങ്ങിന് അവസരത്തിനൊത്ത് ഉയർന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി നമ്മളൊരു ബോളിംഗ് ഫീൽഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തി 17, വൈഭവ് അറോറ 17, ഹർഷിത് റാണ 15, സുനിൽ നരേൻ 12 വിക്കറ്റുകളാണ് എടുത്തത്. ഇപ്പോൾ വൈഭവ് അറോറ ആയാലും ഹർഷിത് റാണ ആയാലും എക്സ്പെൻസീവ് ആയിട്ടുണ്ടെങ്കിലും ആ ഒരു വിക്കറ്റ് വീഴ്ത്താൻ കഴിഞ്ഞു. ഇവരുടെ ഓവർസീസ് പേസ് ബോളേഴ്സ് നിരാശപ്പെടുത്തി. അതായത് നമ്മുടെ സ്പെൻസർ ജോൺസൺ 1 വിക്കറ്റേ കിട്ടിയുള്ളൂ, ആൻഡേഴ്സൺ ഓർക്കിക്ക് 1 വിക്കറ്റേ കിട്ടിയുള്ളൂ. അവർ കമ്പൈൻഡ് ആയിട്ട് ഒരു 6 മത്സരം മാത്രമേ കളിച്ചുള്ളൂ. അതായത് പേഴ്സ് കണ്ടിൻജന്റ്, അതായത് ഫോറിൻ പേസ് കണ്ടിൻജന്റ് നിരാശപ്പെടുത്തിയെങ്കിലും അവരുടെ ബാക്കിയുള്ള ബോളേഴ്സ് അവരുടെ ബാറ്റിങ്ങിനെ അപേക്ഷിച്ച് അത്ര മോശം ഫോമിലൊന്നുമല്ല പന്തെറിഞ്ഞത്. പ്രത്യേകിച്ച് സുനിൽ നരേനും വരുൺ ചക്രവർത്തി അത്യാവശ്യം എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്തു. ഇപ്പം നരേന് 12 വിക്കറ്റേ കിട്ടിയുള്ളൂ എങ്കിലും അത്യാവശ്യം നന്നായിട്ട് എതിരാളികളെ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് സുനിൽ നരേന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാറ്റേഴ്സ് ഇത്രയും മോശം പ്രകടനം നടത്തുമ്പോൾ നമ്മൾ ബോളേഴ്സിന്റെ കാര്യത്തിൽ അങ്ങനെ ഓവർ ക്രിട്ടിക്കലായിട്ട് കാര്യമില്ല. കാരണം ഇതൊരു കോമ്പിനേഷനായിട്ട് നടക്കേണ്ട സംഭവമാണ്. അതായത് ബാറ്റിംഗ് നന്നായില്ല എങ്കിൽ എപ്പോഴും ബോളേഴ്സിന് ഇവരെ രക്ഷിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതായത് ഇനി ജയിക്കാവുന്ന മത്സരങ്ങൾ പോലും അവർ തോറ്റിട്ടുണ്ട്. ഉദാഹരണം ആ ഒരു പഞ്ചാബ് കിങ്സുമായിട്ടുള്ള മത്സരം. അപ്പം അങ്ങനെയാണ് ഇവരുടെ ബോളിങ്ങിന്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് അവരുടെ ഒരു പ്ലേയേഴ്സ് ഫോം ആയില്ലെങ്കിൽ ഇവർക്ക് കാര്യങ്ങൾ കഷ്ടത്തിലാവുമായിരുന്നു. അത് തന്നെ സംഭവിച്ചു, അവർ കഷ്ടത്തിലാവുകയും ചെയ്തു. ഇനി ഇവർ ആരെയൊക്കെ റീറ്റെയിൻ ചെയ്യണം, ആരെയൊക്കെ റീപ്ലേസ് ചെയ്യണം. ഇനി ഞാൻ ഇവർ തീർച്ചയായിട്ടും റിലീസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് വെങ്കടേഷ് അയ്യർ ആണ്. ഇപ്പോൾ വെങ്കടേഷ് അയ്യർ അത്ര മോശം പ്ലെയർ ഒന്നും ആയിട്ടല്ല ഞാനത് പറയുന്നത്. പക്ഷേ പ്രൈസ് ടാഗിന് വರ್ತല്ല. അതായത് 23.75 കോടിക്ക് ഒരു കാരണവശാലും വർത്തായിട്ടുള്ള പ്ലെയർ അല്ല വെങ്കടേഷ് അയ്യർ എന്ന് പറയുന്നത്. ഇവർക്ക് വെങ്കടേഷ് അയ്യറിന് അത്ര വേണമെന്ന് ആഗ്രഹമാണെങ്കിൽ റിലീസ് ചെയ്തിട്ട് തിരിച്ച് വാങ്ങാം. അതായത് ഇനി എന്തായാലും അടുത്തൊരു ഓപ്ഷനിലൂടെ അത്രയും വലിയൊരു തുകയ്ക്ക് വെങ്കടേഷ് അയ്യർ പോകാൻ സാധ്യതയില്ല. ഒരു 12-13 കോടിക്കുള്ളിൽ തിരികെ വാങ്ങാൻ പറ്റി കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം അവരുടെ സിസ്റ്റത്തിലുള്ളൊരു പ്ലെയർ ആണ്, തീർച്ചയായിട്ടും അവരുടെ സിസ്റ്റമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഒരു ഇരട്ടി തുകയാണ് കൊടുത്തത്. അപ്പോൾ അത്രയും തുകയ്ക്ക് വರ್ತല്ല. തീർച്ചയായിട്ടും ഇനി ഇപ്പോൾ ഒരു വെങ്കടേഷ് അയ്യറിനെ റിലീസ് ചെയ്തിട്ട് ഒരു 12 കോടിക്ക് വാങ്ങുകയാണെങ്കിൽ മറ്റൊരു പ്ലെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് ഒരു 11.75 കോടി രൂപ ലഭിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ഒരു ബാറ്റിങ്ങിനെ ഇത് ചെയ്യാം. ഇനിയിപ്പോൾ വെങ്കടേഷ് അയ്യർ ഓപ്പണിംഗ് സ്ലോട്ടിലാണ് KKRന് വേണ്ടി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ സുനിൽ നരേന്റെ കൂടെ നമ്മുടെ വെങ്കടേഷ് അയ്യറിനെ ഓപ്പണിംഗ് ഇറക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്വിന്റൺ ഡി കോക്കും ഗുർബാസും അവരിൽ ഒരാളെ ഇവർക്ക് റിലീസ് ചെയ്യാം. അങ്ങനെ ഒരു വീണ്ടും അവിടെ ഒരു കുറച്ച് നല്ല എമൗണ്ട് റിലീസ് ആവും. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഡി കോക്കാണ് കുറച്ചുകൂടെ പ്രൈസി ആയിട്ടുള്ളത്. ഗുർബാസിനെ ചെറിയ എമൗണ്ടിലാണ് വാങ്ങിച്ചത്. അങ്ങനെ വരുമ്പോൾ ഒരു 11.75 പ്ലസ് ഡി കോക്കിന്റെ എമൗണ്ട് ഫ്രീ ആവും. പിന്നീട് അതുപോലെ തന്നെ സ്പെൻസർ ജോൺസൺ, ആൻഡ്രിക്സ് നോർക്കിയ ഇവരിൽ ഒരാളെ മതി. ഇവരിൽ ഒരാളെ റിലീസ് ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് നല്ലൊരു ഫോറിൻ ബോളർ ഉണ്ടെങ്കിൽ, പൂള് കുറവാണ്, ഓപ്ഷൻ പൂള് കുറവാണെങ്കിലും കൂടുതൽ നല്ലൊരു ബോളറെ അവർക്ക് നോക്കാം. അതുപോലെ തന്നെ മിഡിൽ ഓർഡർ ഒന്നുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് നല്ല ഒരു ഫോറിൻ ബാറ്റർ. ഇനിയിപ്പോൾ വെങ്കടേഷ് അയ്യറിനെ മിഡിൽ ഓർഡറിൽ തന്നെ, അല്ലെങ്കിൽ വെങ്കടേഷ് അയ്യറിനെ തിരികെ വിളിച്ചിട്ട് മിഡിൽ ഓർഡർ തന്നെ കളിപ്പിക്കാനാണെങ്കിൽ അവർക്കൊരു ഓപ്പണിംഗ് സ്ലോട്ടിൽ അല്ലെങ്കിൽ 1 ഡൗൺ സ്ലോട്ടിൽ നല്ലൊരു ബാറ്ററെ ഇത് ചെയ്യാം. ഇപ്പോൾ ജോണി ബെയർസ്റ്റോ പോലെ അങ്ങനെ ഒരു നല്ലൊരു ബാറ്ററി ഇവർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവർക്ക് ആ ഒരു വെങ്കടേഷ് അയ്യറിന്റെ ഒരു പ്രൈസ് ടാഗ് പകുതിയായാൽ തന്നെ ഇവർക്ക് നല്ലൊരു ഓപ്ഷനിൽ അത്യാവശ്യം എമൗണ്ട് ലഭിക്കും. തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു സൈഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവരുടെ ടീമിൽ തന്നെ ഇവർക്ക് മാച്ച് വിന്നേഴ്സ് ഉണ്ട്. പക്ഷെ ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റേഴ്സ് അവസരത്തിനൊത്ത് ഉയരാതെ പോയതാണ് KKRന് ഒരു പ്രശ്നമായിട്ട് മാറിയത്.
അപ്പോൾ തീർച്ചയായിട്ടും വെങ്കടേശ്വരനെ റിലീസ് ചെയ്യുക. അതുപോലെ മൊയിൻ അലിയെയും ഇതിൽ ശരിയാണ്, മൊയിൻ അലി അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട്. 6 വിക്കറ്റാണ് 6 മത്സരത്തിൽ നിന്ന് എടുത്തത്. അപ്പോൾ മൊയിൻ അലിയും സത്യത്തിൽ ഇവർക്ക് അങ്ങനെ അത്രയ്ക്ക് അത്യാവശ്യമുള്ള പ്ലെയർ അല്ല. അപ്പോൾ മൊയിൻ അലിയെ വേണമെങ്കിൽ റിലീസ് ചെയ്തിട്ട് മറ്റ് അവരുടെ ആ ഒരു കോമ്പിനേഷൻ ഒന്നുകൂടെ ഒന്ന് സോൾഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. എന്തായാലും വെങ്കടേശ്വരനെ മസ്റ്റായിട്ട് റിലീസ് ചെയ്യണം. ഈ പ്രൈസിന് വെങ്കടേശ്വരനെ അടുത്ത സീസണിൽ അവർ റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ നഷ്ടമാണ്. ഇപ്പോൾ ഒരു 11 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്ലെയറിനെ വേറെ എടുക്കാനുള്ളൊരു തുകയാണ് അവിടെ അവർക്ക് മാറിപ്പോയത്. അപ്പോൾ അത് ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അല്ലെങ്കിൽ അജിൻക്യ രഹാനെ വേണമെങ്കിൽ ഓപ്പണിംഗ് ഇറക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അജിൻക്യ രഹാനെ ഓപ്പണിംഗ് ഇറക്കിക്കൊണ്ട് വേണമെങ്കിൽ മിഡിൽ ഓർഡറിൽ ഒരു ഫോറിൻ ബാറ്ററെ അധികമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ ഇവർക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇവർക്ക് കുറച്ച് നല്ല ഐഡിയൽ ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് പ്ലേയേഴ്സിനെ എടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കോമ്പിനേഷൻ അവർക്ക് ഒന്ന് മാറ്റി ട്രൈ ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഡേഞ്ചറസ് സൈഡ് ആവാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആംഗ്രി ഷെഗോംഷി ഉണ്ട്, ഇപ്പോൾ സുനിൽ നരേൻ ഉണ്ട്, റസൽ ഉണ്ട്, റിങ്കു സിംഗ് ഉണ്ട്, വരുൺ ചക്രവർത്തി ഉണ്ട്. അങ്ങനെ മാച്ച് വിന്നേഴ്സ് ഒരുപാടുള്ളൊരു സൈഡാണ് ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ താരങ്ങളിൽ അതിനനുസരിച്ച് ഉയരുന്നില്ല എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കുറച്ചൊരു ട്വീക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അടുത്ത സീസണിൽ കപ്പ് ആ ഒരു ടൈറ്റിൽ കണ്ടന്റേഴ്സ് ആവാനുള്ള ടീം ഇവർക്ക് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ അങ്ങനെ തന്നെ അവർക്ക് പോകാൻ സാധിക്കട്ടെ. എന്തായാലും ഇനിയും കുറച്ച് നാളുകൾക്കുള്ള അറിയാം ആരെയൊക്കെ റിട്ടൈൻ ചെയ്യും, ആരെയൊക്കെ റിലീസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഞാൻ തുടക്കം പറഞ്ഞ പോലെ ലെവൻ സിസോഡി ഇവരുടെ പ്ലേയിങ് ജോലിയിലേക്ക് വന്നു കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ പണ്ട് എപ്പോഴും RCBയുടെ സൈഡിലുള്ള പ്ലെയർ ആയിരുന്നു. അന്ന് RCBയുടെ വേണ്ടി സിസോഡിക്ക് കളിക്കാൻ കഴിഞ്ഞില്ല. പരിക്കേറ്റ് പുറത്തു പോയ സമയത്താണ് രജത് പട്ടിദാർ വരുന്നത്. പിന്നീട് സംഭവിച്ചത് ഹിസ്റ്ററിയാണ്. അപ്പോൾ പിന്നീട് സംഭവിച്ച ചരിത്രമാണ്, അത് നമുക്കറിയാം. അപ്പോൾ പിന്നീടാണ് സിസോഡിയെ KKR എടുക്കുന്നത്. അപ്പോൾ KKRന്റെ സൈഡിൽ തീർച്ചയായിട്ടും പ്ലേയിങ് 12 സിസോഡി വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ഒരു ഫ്രീഡം കിട്ടും. അപ്പോൾ എന്തായാലും അവർക്ക് നന്നായിട്ട് തന്നെ ഇനിയുള്ള ഇതിൽ വരാൻ സാധിക്കട്ടെ. അപ്പോൾ അടുത്ത KKR എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ടീംസ് ആണ്. ചെന്നൈ സൂപ്പർ കിങ്സ്, മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് KKR എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ സീസണിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് അടുത്ത സീസണിൽ കൂടുതൽ ശക്തിയോടെ വരാൻ കഴിയട്ടെ. KKRന്റെ ഈ സീസണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആരെയൊക്കെയാണ് അവർ റീറ്റെയിൻ ചെയ്യേണ്ടത്? ആരെയൊക്കെയാണ് അവർ റിലീസ് ചെയ്യേണ്ടത്? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.